സർക്കാരിന്റെ ജോലി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ബിസിനസ് നടത്താൻ, അല്ലാതെ സർക്കാർ പോയി ബിസിനസ് നടത്തിയാൽ അതൊക്കെ കുളവും. അതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയത്, അല്ലേ? കോടികളുടെ നഷ്ടമാണ്. ഇത് വല്ല കാര്യമുണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട്? അതായത് തൊഴിൽ കൊടുക്കുന്നില്ല. കഴിഞ്ഞ ഈ ബഡ്ജറ്റ് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.ഡി. സതീശൻ ചോദിച്ചു, എത്ര എഞ്ചിനീയറിംഗ് ബിരുദധാരികളാണ് പുറത്തിറങ്ങുന്നത്? ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കാനാവുന്നുണ്ടോ? ഇല്ലാന്നേ. നഷ്ടങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടത്തിലുള്ള കമ്പനികളൊക്കെ വിൽക്കണം, അതാ വേണ്ടത്. പക്ഷേ അങ്ങനെ വിൽക്കുന്നൊന്നും സതീശൻ പറഞ്ഞിട്ടില്ല. അതിന് പകരം പറയുന്നത് ഇനി മുതൽ ഈ മാതിരി പൊതുമേഖല തലയിൽ കെട്ടി വെക്കില്ല. നഷ്ടം ഇങ്ങനെ കൂടി. ഇതാണല്ലോ കഴിഞ്ഞ 10 വർഷം ഏറ്റവും അവസാനത്തെ ടേമിൽ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ആയിരുന്നല്ലോ. എന്താ ചെയ്തത്? പൊതുമേഖല ഇങ്ങനെ നഷ്ടം കൂടി വന്നു. എത്ര കോടികളാണ് നമ്മുടെയൊക്കെ പോക്കറ്റിൽ നിർത്തും കണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തിന്നാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റമാണ്. ഈ അന്തംഗമ്മികൾ പലതും പറയട്ടെ. അന്തംഗമ്മികൾ 10 കൊല്ലം ഭരിച്ച അതേ നയവുമായി എന്തായാലും സതീശന് വരാൻ പറ്റില്ലല്ലോ. സതീശൻ വരും, നയം മാറണം. കാരണം സതീശൻ തന്നെ പറയുന്നുണ്ട്, 25 വർഷം പുറകിലേക്കല്ല ഞാൻ പോകാൻ പോകുന്നത് 25 വർഷം മുന്നിലേക്കാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വകാര്യ സംരംഭകർ വന്നേ തീരൂ. അതല്ലാതെ സർക്കാരിന്റെ കയ്യിൽ ബിസിനസ് നടത്താൻ പൈസയും ഇല്ല, സർക്കാരിന് അതിനുള്ള പ്രാഗൽഭ്യമില്ല. ചെയ്യേണ്ടത് ഇവിടുത്തെ നല്ല ബിസിനസ്സുകാരുണ്ട്, അവർ ചെയ്യട്ടെ. അവർക്ക് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏർപ്പാടാക്കി കൊടുക്കുക, അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. അതാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതായത് അവർക്ക് ആവശ്യമായ ലാൻഡ് കൊടുക്കുക, അവർക്ക് ആവശ്യമായ മറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് വ്യവസായങ്ങൾ ചെയ്യിപ്പിക്കുക. അതിൽ നിന്നുള്ള നികുതി വരുമാനം കൊണ്ട് സർക്കാർ എന്ത് ചെയ്യുക? സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് ഭാവനാശാലിയായ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അതാണ് കഴിഞ്ഞ 10 വർഷം ഒരു ഭാവനയില്ലാത്ത ഒരു മുരടൻ ചെയ്യാതിരുന്നത്. അതാണ് വി.ഡി. സതീശൻ ഇപ്പൊ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ കയ്യിൽ പണമില്ലാതെ ഇതെല്ലാം ചെയ്യാനാകുമോ? സർക്കാരിന്റെ ജോലി എന്താണ്? സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ്. സ്വകാര്യ നിക്ഷേപങ്ങളാണ് ബാക്കി. കയ്യിൽ പൈസ ഇല്ലാതെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? സമ്പദ് വ്യവസ്ഥ ചലിക്കുമ്പോൾ നികുതി വരുമാനം താനേ വരും. അപ്പൊ അതാണ് സതീശന്റെ ലൈൻ. പിന്നെ സർക്കാർ ജീവനക്കാർ ചിലതെല്ലാം കൂടി പ്രതീക്ഷിച്ചില്ല. അതായത് സർക്കാർ ജീവനക്കാർക്ക് വാരിക്കൊരു കൊടുത്തിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം എന്നുള്ളത് അതിന്റെ കാലമായി. പക്ഷെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം 10 വർഷം കഴിഞ്ഞിട്ട് മതി ശമ്പള പരിഷ്കരണം എന്ന രീതിയിലൊക്കെയാണ് സാമ്പത്തിക വിദഗ്ധർ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നു സതീശന്റെ ലൈൻ ആ രീതിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ശമ്പള പരിഷ്കരണത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ നേരത്തെ 5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം ആണെങ്കിൽ നേരത്തെ തന്നെ നടത്തേണ്ടതാണ്. അതൊന്നും നടത്താതെ, മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് ബാക്കി വെച്ചത്. ഇത് ഏറ്റവും വലിയ രസം. ഈ കുടിശ്ശിക ഒന്നും കൊടുക്കാനുള്ള പദ്ധതി ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്ന നെറ്റികൾ. അതായത് പിണറായി വിജയൻ ചോദിക്കുന്നത്, അല്ല ഞങ്ങൾ 10 വർഷം ഭരിച്ചിട്ട് ഞങ്ങൾ കുറെ കുടിശ്ശിക ഉണ്ടാക്കി വെച്ചിനി, ഞങ്ങൾ ഈ സർക്കാർ ജീവനക്കാർക്ക് DR ഒന്നും കൊടുക്കാതെ ഞങ്ങൾ കുടിശ്ശിക ഉണ്ടാക്കി വെച്ചാൽ കുടിശ്ശികയൊക്കെ ഞങ്ങൾ കൊടുക്കണ്ടേ? ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടി അറിയോ? 10 വർഷം ഭരിച്ചിട്ട് സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശിക ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ചോദിക്കുക, ഒരു മാസമാകുന്ന ഒരു സർക്കാരിനോട് പറയാം, നിങ്ങൾ ആ കുടിശ്ശിക കൊടുക്കട്ടോ. ഞങ്ങൾ പണ്ട് കിട്ടിയ പൈസയൊക്കെ പുട്ടടിച്ച് ഞങ്ങൾ കൊടുത്തില്ല, നിങ്ങൾ കൊടുത്തേക്ക് ഞങ്ങൾ കൊടുക്കൂല. എന്റെ മക്കളെ, നിങ്ങൾക്ക് എങ്ങനെ 35 സീറ്റ് കിട്ടിയടോ? എനിക്കറിയില്ല. ഇനി ഭൂപരിഷ്കരണ തീരുമാനങ്ങൾ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നതാണ് എന്ന സൂചന പ്രതിപക്ഷം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ സതീശൻ പറയുന്നത് പലതും കാലഹരണപ്പെട്ടതാണ്, അതിൽ മാറ്റം വരുത്തും. തോട്ടങ്ങൾ പലതും പൂട്ടിക്കിടക്കുന്നു, അവിടെ ടൂറിസത്തിന് കൂടുതൽ സ്ഥലം അനുവദിക്കും, ഫലവൃക്ഷങ്ങൾക്ക് അനുവാദം നൽകും. അത് UDFന്റെ നയമാണ്. അപ്പൊ UDFന്റെ നയം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽപ്പെട്ട ഭൂമികൾ ഒരുപാട് കിടക്കുന്നു. ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അധീനതയിൽ ഭൂമികൾ ഇങ്ങനെ കിടക്കുകയാണ്. ആ ഭൂമികളൊക്കെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. പുതിയ നിക്ഷേപകർ പെട്ടെന്ന് വരുമോ എന്ന ചോദ്യത്തിന് അത് കൃത്യമായി നിരീക്ഷിക്കും, നടപടികൾ എടുക്കും, അതിനായി സംവിധാനം ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഡാഷ്ബോർഡ് സ്ഥാപിച്ച് നോഡൽ ഓഫീസറെ വെച്ച് ശ്രദ്ധിക്കും എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കും. ഏതായാലും ഇടതുപക്ഷം മാറി എന്നുള്ള ഒരൊറ്റ സൂചന കൊണ്ട് തന്നെ നിക്ഷേപകർ വരും. കാരണം ഇനി കൊടികുത്തൂല, നോക്കുകൂലി ഉണ്ടാവില്ല, അമ്മാതിരി ഒരു പരിപാടി ഉണ്ടാവില്ല. വളരെ കൃത്യമായി വ്യവസായികൾക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. ക്ഷേമ പെൻഷൻ വർധന വേണ്ടെന്ന് വെച്ചതാണോ എന്ന ചോദ്യത്തിന് 2 ഗ്യാരണ്ടികൾ നടപ്പാക്കിയല്ലോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. 2 ഗ്യാരണ്ടികൾ നടപ്പാക്കിയല്ലോ.
മൂന്നാമത്തെ ഗ്യാരണ്ടിയായ ഇൻഷുറൻസ് ഓപ്പൺ ചെയ്തു. അതായത് 2 ഗ്യാരണ്ടികൾ നടപ്പാക്കി എന്ന് പറയുന്നത്, ഒന്ന് സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരു ഗ്യാരണ്ടി ആയിരുന്നു. പിന്നെ ഈ വയോജന വകുപ്പ് രൂപീകരിക്കുന്നുള്ളത് മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു. അത് 2 നടപ്പാക്കി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പതാ ഈ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെ, ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാരംഭ നടപടികൾക്കും തുടക്കം കുറിച്ചു. പിന്നെ ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം കൂട്ടി. വരുമാനത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വരുമാനത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങളും ചെയ്യാം. കാരണം ആശാ വർക്കർമാർക്ക് ഇനിയും പൈസ കൂട്ടി കൊടുക്കാനുണ്ട്. ക്ഷേമ പെൻഷൻ ഇപ്പൊ 2000 കൊടുക്കുന്നത്, അത് 3000 ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് എന്തായാലും LDF സർക്കാർ ചെയ്ത കൊടുഞ്ചത് ചെയ്യില്ല. LDF സർക്കാർ 2500 ആക്കാന്ന് പറഞ്ഞിരുന്നു. 5 വർഷം ഭരിച്ചിട്ടും, 10 വർഷം ഭരിച്ചിട്ടും 2500 ആക്കിയില്ല. അമ്മാതിരി ആൾക്കാരാണ് ഇപ്പൊ വന്നുകൊണ്ട് സതീശനെ നേരെ കൈവിരൽ ചുണ്ടുന്നത്. ഇനി ബഡ്ജറ്റിൽ പുതിയ ഭവന പദ്ധതികൾ. ലൈഫ് കൈവിട്ടോ എന്ന് ചോദിച്ചാൽ ലൈഫ് പദ്ധതി ഏതാണ്ട് കൈവിട്ട രീതിയിലാണ്. പക്ഷേ വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. ആവശ്യമുള്ളവർക്കൊക്കെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കും. അതാത് ഡിപ്പാർട്ട്മെന്റിൽ, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വീട് പട്ടികജാതി വകുപ്പുകാർ ഉണ്ടാക്കി കൊടുക്കും. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ വീടുകൾ ആ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കും. ഇതെല്ലാം പാടെ എടുത്തിട്ടുള്ള പരിപാടി നടക്കില്ല. കാരണം ഉമ്മൻചാണ്ടി വളരെ കൃത്യമായി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ചെയ്തതാണ്. ഉമ്മൻചാണ്ടി 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ വീടിന്റെ അത്രയും വീടുകളാണ് 10 വർഷം കൊണ്ട് പിണറായി ഉണ്ടാക്കിയത്. പക്ഷെ മൂപ്പര് പ്രോപ്പഗണ്ട അടിച്ചിട്ട് ഉമ്മൻചാണ്ടി ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ആകെ 500 വീടുകളെ ഉണ്ടാക്കി കൊടുത്തുള്ളൂ. ഞങ്ങളാണ് മുഴുവൻ വീടുകൾ ഉണ്ടാക്കി കൊടുത്തതെന്ന് ഇവരുടെ കള്ളപ്രചാരണമുണ്ട്. പക്ഷേ കൃത്യമായ രേഖകളുണ്ട്. മുഖ്യമന്ത്രി എത്രയാണ് അത് ഇതിൽ പറയുന്നുണ്ട്, മനോരമയിൽ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിവിധ പദ്ധതികളിലൂടെ 5 വർഷം കൊണ്ട് 4.58 ലക്ഷം വീടുകളാണ് നിർമ്മിച്ചത്. എത്ര? 4.58 ലക്ഷം വീടുകൾ 5 വർഷം കൊണ്ട്. വിവിധ ഘട്ടങ്ങളിൽ 52,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ ആ സർക്കാർ ഒഴിഞ്ഞു. 52,000 വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൽ കൂടുതൽ വീടുകളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ചു കൊടുത്തത്. എന്നിട്ട് മന്ത്രിയായിരുന്ന MP രാജേഷ് ഈ വർഷം 23-ന് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പിണറായി സർക്കാർ 10 വർഷം കൊണ്ട്, ഇത് രാജേഷിന്റെ പുറത്തുവിട്ട കണക്കാണ്, 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ പൂർത്തിയാക്കിയത് 5.03 ലക്ഷം വീടുകൾ. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ 5 വർഷം കൊണ്ട് ഇവിടുത്തെ നിരാലംബരായ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീടുകളുടെ അത്ര പോലും പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തില്ല. എന്നിട്ട് പറയുമ്പോ എന്താണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആകെ 500, ഞങ്ങളോ 5 ലക്ഷം. എന്താ പറയാ, അവസാനം കള്ളത്തരൊക്കെ പൊളിഞ്ഞു. കള്ളത്തരം ആദ്യം ആർക്ക് മനസ്സിലായി? ജനങ്ങൾക്ക് മനസ്സിലായി. ജനങ്ങൾക്കല്ല, പാർട്ടിക്കാർക്ക് മനസ്സിലായി. പാർട്ടിക്കാർ തന്നെ തിരിച്ചു കുത്തി തോൽപ്പിച്ചു. അപ്പൊ ഏതായാലും ലൈഫ് പദ്ധതി, അതായത് ഇപ്പൊ പറയുന്നത് എന്താ അറിയോ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പുതിയ ഭവന പദ്ധതിയും മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതിയും നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം എന്താ കുറേ കൂടിയും അത് എന്താ പറയാ, അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. കാരണം ഒന്നിച്ച് അൽക്കുത്തായി കിടന്നാൽ ഇപ്പം തന്നെ പറയുന്നുണ്ട്, പട്ടിക വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല ലൈഫ് പദ്ധതിയിൽ, അല്ലെങ്കിൽ ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അർഹമായ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് അതാത് വകുപ്പുകൾ അവിടെ ആർക്കൊക്കെയാണോ വീടുകൾ ആവശ്യം അവർക്ക് ആവശ്യമായ വീടുകൾ വെച്ചു കൊടുക്കും. അതാണ് ആവശ്യം. അതാണ് സതീശൻ സർക്കാർ ചെയ്യുന്നത്. പിന്നെ SHO കൂടുതൽ വനിതകൾ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി പിണറായി നേരത്തെ തുടങ്ങിയതാണ്. മകൾക്കൊപ്പം പദ്ധതി. VD സതീശൻ അത് കോപ്പി അടിക്കണ്ട. കാരണം ഒറ്റ മോക്ക് മാത്രമുള്ള പദ്ധതിയാണ് പിണറായി തുടങ്ങിയത്. പിണറായി സംസ്ഥാനത്തെ എല്ലാ പെൺകുട്ടികൾക്കുള്ള പദ്ധതിയല്ല തുടങ്ങിയത്. പിണറായി വിജയന്റെ മോക്കുള്ള ഒരു പദ്ധതി തുടങ്ങി. അങ്ങനെ മോക്ക് IT കമ്പനി ഉണ്ടാക്കി കൊടുത്ത് മോക്ക് മാസം 8 ലക്ഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്താനുള്ള പ്രത്യേക നടപടിക്രമങ്ങളൊക്കെ പിണറായി ചെയ്ത്. അപ്പൊ പിണറായിയെ കണ്ടു പഠിക്കുകയാണ് സതീശൻ. പിണറായി ഒറ്റ പെൺകുട്ടിക്ക് മാത്രമേ ഇത് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സതീശൻ 1000 പെൺകുട്ടികൾക്ക്, അല്ലെ, കേരളത്തിലെ 1000 പെൺകുട്ടികൾക്ക്, ആയിരക്കണക്കിനായ പെൺകുട്ടികൾക്കാണ് ഏത് പദ്ധതി? മകൾക്കൊപ്പം പദ്ധതി. അതുകൂടാതെയാണ് SHO കൂടുതൽ വനിതകൾ. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പദ്ധതി നടപ്പാക്കും. സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയാവുന്ന കേസുകൾ അട്ടിമറിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക്, സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ.